വെൽക്കം ടു സിമ്പിൾ PSC. ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് പുതിയ SCERT ചാപ്റ്റേഴ്സ് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത് സയൻസിലെ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. 3ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ജലം നിത്യജീവിതത്തിൽ. ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വെള്ളത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഹെഡിങ് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഹെഡിങ് കണ്ടപ്പോൾ മനസ്സിലായി. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് മറ്റ് കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, നമ്മൾ എങ്ങനെയാണ് ചില ഫിൽറ്റർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ടാങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്നും വെള്ളം നമ്മൾ ടാങ്കിലേക്ക് അടിച്ച് കയറ്റുന്നത്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു, പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതിനുശേഷം വിതരണ ഘട്ടങ്ങൾ എങ്ങനെയാണ്? ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. നമുക്കറിയാലോ പൈപ്പ് ലൈനിൽ വെള്ളമൊക്കെ വരുന്നത് എങ്ങനെയായിരിക്കും? ശുദ്ധീകരിച്ചിട്ടാണ് വരുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്. രോഗാണുക്കളൊക്കെ നശിപ്പിച്ചിട്ടാണ് ജലം വീടുകളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റും, അതുപോലെ തന്നെ അത് അടിഞ്ഞതിന് ശേഷം അരിപ്പ കൊണ്ട് അരിച്ചു മാറ്റും, എന്നിട്ട് രോഗാണുക്കളെ നശിപ്പിക്കും. അതിനുശേഷം ടാങ്കിൽ സംഭരിച്ചിട്ട് ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇനി നമ്മൾ പ്രതിദിനം എത്ര ദിവസം, ഒരു ദിവസം നമ്മൾ എന്തോരം വെള്ളം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. കുടിക്കുന്നതിന് 2 ലിറ്റർ ടു 3 ലിറ്റർ, ഭക്ഷണം പാകം ചെയ്യാൻ 3 to 4, അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മളുടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് പല ആവശ്യങ്ങൾക്കും നമുക്ക് വെള്ളത്തിനെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പോൾ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓരോ പാർട്സിനും എത്ര വേണം വെള്ളം എന്നാണ് പറയുന്നത്. തലച്ചോറിന് എത്ര വേണം? 73% തലച്ചോറിന് വേണ്ടത്. തലച്ചോറിന് 73% വേണ്ടത്. രക്തത്തിൽ എത്ര ശതമാനമാണ് ഉള്ളത്? 94% വെള്ളമാണ്. വൃക്കകളിൽ 79%, പേശികളിൽ 75%, ഹൃദയത്തിലും 75%, ശ്വാസകോശങ്ങളിൽ 83%, അസ്ഥികളിൽ 31%. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം രക്തത്തിലാണല്ലേ. രക്തത്തിലാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. 94% രക്തത്തിലാണ് പറയുന്നത്. ഇനി വൃക്കകളിൽ എത്രയാണ് പറയുന്നത്? 79% വൃക്കകളിൽ പറയുന്നത്. ശ്വാസകോശങ്ങളിൽ 83% വെള്ളമാണ്. ശ്വാസകോശങ്ങളിൽ 83% വെള്ളമാണ്. പേശികളിലും ഹൃദയത്തിലും 75% വെള്ളം, തലച്ചോറിലെ 73%, അസ്ഥികളിൽ 31%. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലായില്ലേ. ഇനി ജലം സസ്യങ്ങളിൽ എങ്ങനെയാണ്? നമ്മൾക്ക് മനുഷ്യന്മാർക്ക് മാത്രം മതിയോ? വേണ്ട, സസ്യങ്ങൾക്കും എന്ത് വേണം? ജലത്തിന് ആവശ്യമുണ്ട് അല്ലേ. ജലത്തിന് ആവശ്യമുണ്ട്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ആ വെള്ളം ആവശ്യമാണ്. അതുപോലെ തന്നെ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിലേക്ക് എത്തിക്കുന്നതിനും എങ്ങനെയാണ്? വെള്ളത്തിൻ്റെ രൂപത്തിലാണ് ഈ ലവണങ്ങളൊക്കെ ഇലകളിലേക്ക് എത്തിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ജലം ആവശ്യമാണ്. സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ആവശ്യമാണ്. പല ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയുന്നത് ജലത്തിൻ്റെ ആകൃതിയൊക്കെ എങ്ങനെയാണ്? നമുക്ക് ജലത്തിന് കറക്റ്റ് ആകൃതി ഉണ്ടോ? ഇല്ല. ജലത്തിന് നമ്മൾ ഏത് ഇതിലാണ് വെക്കുന്നത്, പാത്രത്തിലാണ് വെക്കുന്നത്, അതായിരിക്കും അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. ഇനി ചില വസ്തുക്കൾ നമ്മൾ വെള്ളത്തിലിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലത് മുങ്ങും, ചിലത് മുങ്ങില്ല. അതൊക്കെ പിള്ളേർക്കുള്ള ചെറിയ ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഇനി നമുക്ക് വരുന്നതാണ് എന്താണ്? ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം പഞ്ചസാര, ഉപ്പ് എന്നിവയൊക്കെ ജലത്തിൽ ലയിക്കുന്നവയാണ്. വിനാഗിരി എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ സോപ്പ് പൊടി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. മണ്ണെണ്ണ, വെളിച്ചെണ്ണ എന്നിവയൊക്കെ ജലത്തിൽ ലയിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ നോക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആവശ്യമില്ല. ഇനി ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈ വാതകം സ്വാതന്ത്ര്യമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. സോഡ കുപ്പിയിൽ നമ്മൾ തുറന്നതിന് ശേഷം കുമിളകൾ ഇങ്ങനെ വരാം. എന്താണ് കാരണം? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് അടച്ചു വെച്ചേക്കാണ്. തുറക്കുമ്പോൾ അത് സ്വതന്ത്രമാവുകയാണ്. അപ്പോഴാണ് അവിടെ കുമിളകൾ ഉണ്ടാകുന്നത്. ഇനി നാം പറയുന്നത് ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് നാം എന്ന് പറയുന്നത് ലീനം എന്ന് പറയുന്നത്.
ആ വസ്തുവിനെ ലയിച്ച് ചേരുന്ന ആ വസ്തുവിനെയാണ് ലായകം എന്ന് പറയുന്നത്. ആ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലയിച്ച് ചേരുന്ന വസ്തുവിനെ ലീനം എന്നാണ് പറയുന്നത്. അപ്പോൾ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്? ലയിക്കും അല്ലേ? പഞ്ചസാര എന്ന് പറയുന്നത് ലയിച്ച് ചേരുന്നതാണ്. അതുപോലെ തന്നെ ആ വസ്തുവിനെ നമ്മൾ ആ ലയിച്ച് ചേരുന്ന ആ വസ്തുവിനെയാണ് ലായകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഞ്ചസാര ലായനി, പഞ്ചസാര വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിലാണ് നമ്മൾ ഈ പഞ്ചസാര ലയിക്കുന്നത്. അതിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുന്നത്. അത് ഏത് സൊല്യൂഷനാണ്, ഏത് ലായനിയാണെന്ന് ചോദിച്ചാൽ എന്താണ്? പഞ്ചസാര ലായനിയാണ് അല്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ പറയുന്നത്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ എന്തെന്ന് പറയാം? സാർവിക ലായകം എന്ന് പറയാം. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുള്ളതിനാൽ അതിനെ സാർവിക ലായകം എന്ന് പറയാം. ഇനി ജലം പല രൂപത്തിലുണ്ട്. നമുക്ക് ഐസും കട്ടയാക്കാനായിട്ട് പറ്റും, ഐസ് കട്ടയാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നത് ഏതാവസ്ഥയാണ്? ഖരാവസ്ഥയാണ്. അതുപോലെ തന്നെ വേപ്പർ ബാഷ്പമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏതാവസ്ഥയാണ്? വെള്ളത്തിൻ്റെ വാതകാവസ്ഥയാണ്. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. എന്താണ് ബാഷ്പീകരണം എന്ന് വെച്ചാൽ? ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലം എന്ന് പറയുന്നത് എന്താണ്? ബാഷ്പീകരണം. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ചൂടാകുമ്പോൾ ഇതിൻ്റെ തോത് വർദ്ധിക്കും. അതുപോലെ തന്നെ എല്ലാ താപനിലയിലും ബാഷ്പീകരണം സംഭവിക്കും. ആകെ കൂടി ജലത്തിന് മാത്രമാണ് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന പദാർത്ഥം എന്ന് പറയുന്നത്. ഇനി ജലം വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ജലാശയങ്ങൾ പറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പിന് എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? ജലാശയങ്ങൾ പറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകൾക്കും ജലനിരപ്പിന് എന്ത് സംഭവിക്കും? കുറയില്ലേ? അപ്പം എന്താ കാരണം? ജലം വിധാനം പാലിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സവിശേഷതയാണ് പറയുന്നത്. ഇനി ജലസ്രോതസ്സുകൾ പറയുന്നുണ്ട്. ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പിന്നീട് തണുത്ത് മഴ മേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറുകണികകളായി ഞങ്ങൾ ഒന്നിച്ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ നമുക്കറിയാം മഴത്തുള്ളി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ നേരെ അന്തരീക്ഷത്തിലേക്ക് ഉയരും. നേരെ അന്തരീക്ഷത്തിൽ ഉയർന്നിട്ട് പിന്നീട് അത് തണുത്തിട്ട് മഴമേഘങ്ങളായിട്ട് മാറും. ഈ മഴമേഘങ്ങൾക്ക് ഈ വെള്ളത്തിനൊന്നും അധികം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത് മഴത്തുള്ളിയായിട്ട് വരാണ്ടാണ് ചെയ്യുന്നത്. കരുതി വെക്കാം നാളേക്ക്. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയൊക്കെയാണ് കരുതി വെക്കുന്നത്? മഴവെള്ള സംഭരണി വഴി, തടയണ വഴി, കയ്യാല വഴി, കിണർ റീചാർജിങ് വഴിയൊക്കെ നമുക്ക് ഈ വെള്ളം നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. ഇത് കണ്ടിട്ട് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.